ആദ്യ വിവാഹത്തിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ 4 വർഷത്തെ പൊറുതി അവസാനിപ്പിച്ച് ആ ജീവിതം സമ്മാനിച്ച കുഞ്ഞുങ്ങളുമായി ആ വീടിന്റെ പടിയിറങ്ങി. എന്നാൽ മാസങ്ങൾക്ക് ശേഷം അവളുടെ കഥകളെല്ലാം കേട്ട് അവളെക്കുറിച്ച് പൂർണ്ണമായും അറിഞ്ഞ് 2ാം വിവാഹത്തിലേക്ക് നിർബന്ധിപ്പിച്ച് ഒരു അവിവാഹിതൻ കടന്നെത്തി. അങ്ങനെ അവളുടെ വീട്ടുകാരെ മാത്രം സാക്ഷി നിർത്തി അവൻ അവളുടെ കഴുത്തിൽ താലിയണിഞ്ഞു. അതിൽ പിന്നെയാണ് അവൾ തിരിച്ചറിയുന്നത് അവനും അവളെ ചതിക്കുകയായിരുന്നു എന്നത്. ആ കുറഞ്ഞ കാലത്തിൽ അവൻ സമ്മാനിച്ച കുഞ്ഞുമായി അവൾ ഇന്ന് തനിച്ചാണ്. എന്നാൽ അവൻ അവന്റെ നാട്ടിൽ മറ്റൊരു കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഇത്തരത്തിലും ആൺവർഗമുണ്ട് സെബാനെ. അവരെക്കുറിച്ചും നീ ഒന്ന് സംസാരിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. സംസാരിക്കേണ്ടത് സെബാനല്ല, അനുഭവസ്ഥരാണ്. നിങ്ങൾ ഉൾപ്പെടുന്ന ഒരുപറ്റം സ്ത്രീകൾ അതിനെതിരെ ഒന്ന് ശബ്ദിക്കുക പോലും ചെയ്യാതെ, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാവുക പോലും ചെയ്യാതെ, എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് മിണ്ടാതിരുന്നതുകൊണ്ടാണ് അതേ ഫോൺ നമ്പറിൽ നിന്ന് തന്നെ നിങ്ങളുടെ അനിയത്തിയെ കൂടി അവര് ചതിച്ചതും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനിയെങ്കിലും ചിന്തിക്ക്, നിങ്ങൾ കാരണം, നിങ്ങളുടെ നിശബ്ദത കാരണം മറ്റൊരു സ്ത്രീ കൂടി ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ അവർക്കിരയായി ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഇനിയെങ്കിലും ശബ്ദിക്ക്.